വളരെ പരസ്യമായി വി ഡി സതീശനെ പിന്തുണച്ച മുസ്ലിം ലീഗിനെ പോലും അമ്പരപ്പിക്കും വിധത്തിലാണോ കെ സി പക്ഷം? അതിൽ തന്നെ പഴയ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന ആളുകൾ, ഇപ്പം ഞാൻ ഹസനെയാണ് ഉദ്ദേശിച്ചത്, ആളുകൾ തന്നെ അതിശക്തമായി തന്നെ ലീഗിനോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, അത് മുസ്ലിം ലീഗ് പ്രതീക്ഷിച്ചതിനും അപ്പുറത്താണോ? കാരണം അത് വി ഡി സതീശനെ പിന്തുണച്ചതിലുള്ള ഒരു വലിയ അനിഷ്ടം ആ ഗ്രൂപ്പിനുണ്ട്, കെ സി പക്ഷത്തിനുണ്ട്. ആ അനിഷ്ടം മനസ്സിൽ മാത്രം കാത്തു സൂക്ഷിക്കാതെ വളരെ പരസ്യമായി തന്നെ ലീഗിനോടും അത് പറയാൻ മടിയില്ല എന്ന് കെ സി പക്ഷം വെളിപ്പെടുത്തിയത് ലീഗിനെ അമ്പരപ്പിച്ചിട്ടുണ്ടാകുമോ? അതിനകത്ത് ശരത്ത് പറഞ്ഞാൽ ഒരു കാര്യം തീർത്തും ശരി തന്നെയാണ്. കാരണം കെ സി പക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ഒപ്പമാണ് ഇപ്പോൾ എ ഗ്രൂപ്പ്. അവർ ഈ പരസ്യമായി പറയുന്നതിനകത്ത് കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ, അതായത് അന്നത്തെ UDF സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയും മുൾമുനയിൽ നിർത്തുകയും ഒക്കെ ചെയ്തത് വി ഡി സതീശനാണ് എന്നുള്ളത് ഒരിക്കലും ഒരു കാലത്തും എ ഗ്രൂപ്പ് നേതാക്കൾ മറക്കില്ല. അത് അന്ന് ഭരണത്തിൽ ഒപ്പമുണ്ടായിരുന്ന UDF നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും അന്നത്തെ മന്ത്രിമാർക്കും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുക തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് തന്നെയാണ് എ ഗ്രൂപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രം നിന്നിട്ട് ഈ ലീഗ് വലിയ തോതിൽ എതിർക്കും എന്നുള്ള അങ്ങനെ കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഇത് പരസ്പര പൂരകങ്ങളാണ്. ലീഗ് അങ്ങനെ മാറി നിന്നുകൊണ്ട് ലീഗിന് ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുള്ള സാഹചര്യങ്ങളിലൊന്നും ലീഗിന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന അത് മാത്രമല്ല, 10 വർഷത്തിന് ശേഷം ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു അധികാരമാണ്. അതിന്റെയൊക്കെ പേരിൽ തട്ടിമുട്ടി കളയാൻ കഴിയില്ല എന്നുള്ളത് നന്നായി അറിയുന്നത് ലീഗിന് തന്നെയാണ്. കേരളത്തിൽ അധികാരം മാത്രമല്ല ശരത്ത്, ദേശീയ തലത്തിൽ വരുമ്പോഴും ലീഗിന് കോൺഗ്രസ് ഇല്ലാതെ നിലനിൽപ്പില്ല. കോൺഗ്രസ് ഇല്ലാതെ നിലനിൽക്കാൻ ലീഗിന് സാധിക്കില്ല. അത് ലീഗിന് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ലീഗ് ഇപ്പോഴൊന്ന് കണ്ണുരുട്ടും, ഞാൻ ശ്രീ സജീവൻ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി യോജിക്കുകയാണ്. ലീഗ് ഇപ്പോഴൊന്ന് കണ്ണുരുട്ടും, അവർക്ക് മറ്റു ചില ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് തീരുന്നില്ലല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ ചില വകുപ്പുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ അങ്ങനെ പല വകുപ്പുകളിലും. അപ്പോൾ അത് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ലീഗ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ 1-1, 2-2, 4 എന്നുള്ള കഥയല്ല. അതിപ്പോൾ 3-ഉം 2-ഉം ചേർന്നാലും 4 ആകും. അങ്ങനെയുള്ള പല കോമ്പിനേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു പ്രത്യക്ഷമായ ഒരു കാര്യം പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റു പല കാര്യങ്ങളുണ്ടാകും എന്നുള്ള കാര്യം 1. 2, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് എന്ന് ഹൈക്കമാൻഡ് ഇപ്പോൾ ഏതാണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞു. നാളത്തെ ലീഗിൻ്റെ ഞാൻ അവസാനം കേട്ടത്, നാളത്തെ ലീഗിൻ്റെ യോഗത്തിന് മുമ്പ് ഒരു പക്ഷേ മല്ലികാർജ്ജുന ഖർഗെ തന്നെ ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെടും എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് സംസാരിക്കുമ്പോൾ ഒരു നേതാവ് പറഞ്ഞത്. അത് ലീഗിൻ്റെ നേതൃത്വവുമായി നാളത്തെ യോഗത്തിന് മുമ്പ് തന്നെ സംസാരിക്കപ്പെടും എന്നുള്ളതാണ്. ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് ആ ചടങ്ങ്, അതായത് ലീഗിന് നാളത്തെ സുപ്രധാനമായ നേതൃയോഗം ഇനിയിപ്പോൾ ലീഗിൻ്റെ ഒരു സമ്മർദ്ദതന്ത്രമായിട്ടാണ്. ലീഗ് ഒരു സമ്മർദ്ദതന്ത്രം വെച്ചതാണ്. നാളെ ഒരു നിർണായക യോഗം വിളിക്കുന്നു എന്നുള്ള പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് AICC നേതൃത്വം ലീഗുമായി സംസാരിക്കണം. അതാണ് ലീഗിൻ്റെ ആവശ്യം. ആ ആവശ്യം നാളത്തെ ലീഗിൻ്റെ യോഗത്തിന് മുമ്പ് തന്നെ സംസാരിക്കപ്പെടും എന്നുള്ളതാണ് AICC വളരെ പ്രമുഖനായ നേതാവ് പറയുന്നത്. പ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് അദ്ദേഹം. ഞാൻ ശ്രീലാൽ പറഞ്ഞതിൽ നേരത്തെ എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം കൂടി പറയാം. അതായത് 2011-16 UDF ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 4ാം വർഷത്തിൽ എന്ന് പറഞ്ഞാൽ 2015 കൂട്ടാം, അന്ന് മന്ത്രിയായിരുന്ന KC ജോസഫിൻ്റെ ഒരു വീഡിയോ ഇന്ന് കാണാനിടയായി. അദ്ദേഹം വി ഡി സതീശനെതിരെ നടത്തുന്ന അതിരൂക്ഷ വിമർശനമാണ്. അദ്ദേഹം പറയുന്നത് വി ഡി സതീശൻ സീനിയർ നേതാവാണ്, അക്കാലത്ത് KPCC വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ ഒരു ഘട്ടം കഴിയുമ്പോൾ പറയുന്നുണ്ട് 6 വൈസ് പ്രസിഡന്റ്മാരിലോ മറ്റോ ഒരാൾ മാത്രമാണ്, അത് മറക്കണ്ട, ഈ KPCC ഭാരവാഹികളാരും ഹൈക്കമാൻഡ് ചമയാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്ക് വി ഡി സതീശനെതിരെ അന്ന് വാർത്താ സമ്മേളനം എ ഗ്രൂപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് KC ജോസഫിന് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നിരുന്നു. KC ജോസഫ് എന്ന് പറയുന്നത് അന്ന് ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷിയാണ്. അതെ. അപ്പോൾ KC ജോസഫ് അന്ന് ഇത് പറയുമ്പോൾ KC ജോസഫിൻ്റെ അഭിപ്രായം മാത്രമല്ല, അത് ഉമ്മൻചാണ്ടിക്ക് പറയാൻ പറ്റാത്ത KC ജോസഫ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതന്നെ ഞാൻ പറഞ്ഞത്. അത് ഈ ലീഗിനടക്കം ഓർമ്മിപ്പിക്കപ്പെടുത്തൽ തന്നെയാണ് ഹസൻ അടക്കമുള്ള നേതാക്കൾ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ലീഗിൻ്റെ ലീഗിനിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ തൽക്കാലം വലിയ കാര്യങ്ങൾ പറയാമെങ്കിലും ലീഗിന് കോൺഗ്രസിനെ മറന്നുകൊണ്ടുള്ള നിലനിൽപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ബുദ്ധിമുട്ടാണ്. ഒരു സംശയം കൂടി, നേരത്തെ ഷാഫിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ എ ഗ്രൂപ്പ് ആകെ KCക്കൊപ്പമാണെന്ന് പറഞ്ഞു, ചാണ്ടിയുമ്മനും ആ കൂട്ടത്തിലുണ്ടോ? അതൊരു വലിയ രസകരമായ ഒരു കാര്യമാണ്. അതായത് ചാണ്ടിയുമ്മൻ ഈ തുടക്കത്തിൽ ചാണ്ടിയുമ്മൻ ആരുടെ ഒപ്പം നിൽക്കേണ്ട, ആരെയും പേര് പറയേണ്ട എന്ന തലത്തിൽ നിന്നുവെന്നും പിന്നീട് അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചില പ്രതിസന്ധികൾ ഈ പറയുന്ന എ ഗ്രൂപ്പ് നേതാക്കൾ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്നും ഒടുവിൽ അദ്ദേഹം ഈ എ ഗ്രൂപ്പിൻ്റെ തീരുമാനത്തിനൊപ്പം വന്നു എന്നുള്ളതുമാണ് കേട്ട കഥ. അത് എത്രത്തോളം ശരിയാണ് എന്ന് അറിയില്ല. അങ്ങനെയുള്ള ഞാനത് ചോദിക്കാൻ കാര്യം, സതീശൻ പക്ഷത്തെ ചില നേതാക്കൾ എന്നോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എ ഗ്രൂപ്പ് KCക്കൊപ്പം പോയി എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രധാനപ്പെട്ട പേരുകാരെയൊക്കെ അവർ KCക്കൊപ്പം തന്നെയാണ് കാണുന്നതും. പക്ഷേ
ചാണ്ടി ഉമ്മൻ തങ്ങൾക്കൊപ്പമാണെന്നാണ് അവരുടെ ഒരു ചിന്ത. അങ്ങനെ അല്ല, തിരിച്ച് എ ഗ്രൂപ്പിനൊപ്പമാണ് ചാണ്ടി ഉമ്മൻ എന്ന് എ ഗ്രൂപ്പിലെ പ്രമുഖർ അവകാശപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവസാനം കാരണം അവരും പറഞ്ഞത് ആദ്യം ചാണ്ടി ഉമ്മൻ നിഷ്പക്ഷനായി നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ആലോചനയിലായിരുന്നു. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, അത് പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ചാണ്ടി ഉമ്മൻ അവർക്കൊപ്പം നിന്നുവെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ഈ പറയുന്നതെല്ലാം, ഇപ്പോൾ പറയുന്ന ഇവിടെ ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം, ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളെല്ലാം അതെല്ലാം ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നതും. ഹൈക്കമാൻഡിൽ തെളിവുമുണ്ട്. ഹൈക്കമാൻഡ് അതിന് പറയുന്ന ഒരു കാര്യം, ഈ ആദ്യത്തെ യോഗം നടന്നു, 3 മണിക്കൂർ ആദ്യത്തെ യോഗം നടന്നു കഴിഞ്ഞു, തീരുമാനമെടുത്തു ഇനി മുതൽ പരസ്യ പ്രതിഷേധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തൊട്ട് പിന്നാലെ സ്വിച്ച് ഇട്ടതുപോലെ ഈ പ്രതിഷേധങ്ങളിൽ നിന്നു എന്നുള്ളത് തന്നെ അത് ഹൈക്കമാൻഡ് കണക്കാക്കുന്നത്. ഇവിടെ ഈ നേതാക്കൾ അവിടെ എന്നാൽ ഇനി വേണ്ട പരസ്യ പ്രതിഷേധങ്ങൾ വേണ്ട എന്ന് ആ മീറ്റിങ്ങിലിരുന്ന് തീരുമാനമെടുത്ത നേതാക്കളുടെ അനുവാദത്തോടെ, അവരുടെ ഒത്താശയോടെ, അവരുടെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ടി നടന്ന, അവർ തന്നെ ഉൾപ്പെടുന്ന ഒരു സംഘം നടത്തിയ ഒരു പ്രതിഷേധമായി തന്നെയാണ് കാണുന്നത്. അതിനുള്ള കാരണം ഇതാണ്. സ്വിച്ച് ഇട്ട പോലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്നും ഹൈക്കമാൻഡിന്റെ വലിയ ബുദ്ധി പോലും അത് കാര്യത്തിൽ വേണ്ട. അവർ പറയുന്ന രീതി, അവർ പറയുന്ന റീസൺ, കൂറ്റൻ ഫ്ലെക്സുകളൊക്കെ പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്രയാ കാശ്? അത് ഇവരുടെ 1-2 ആണോ? 14 ജില്ലയിലും വ്യാപകമായി വെച്ചുകൊണ്ടിരിക്കുന്നു. അത് KC-ക്ക് വേണ്ടി വെക്കുന്നു, VD സതീശന് വേണ്ടി വെക്കുന്നു, കുറച്ചൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കും വെക്കുന്നു. ഇതിനൊക്കെ പണം മുടക്കുന്നത് ആരാണ്? ഹൈക്കമാൻഡ് നേതാക്കൾ ഇത് എന്തുകൊണ്ട് ഞങ്ങളിത് എന്തുകൊണ്ട് ഇങ്ങനെയാണ് കാണുന്നതെന്ന് അവർ പറഞ്ഞ റീസണാണ്. അതായത് സ്വിച്ചിട്ട പോലെ നിൽക്കുന്നു. സാധാരണ അവർ ഓർഗാനിക് ആയിട്ടുണ്ടാകുന്നതാണെങ്കിൽ ഇങ്ങനെ സ്വിച്ചിട്ട പോലെ നിൽക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് കെട്ടടങ്ങുന്നു, അതിൻ്റെ കാരണങ്ങൾ അവർ കണ്ടെത്തുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ ശരത്തെ. അത് ഈ പറയുന്ന അവരെടുത്ത തീരുമാനം അത് ഇവിടെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാവകാശം, അതിനുള്ള ഒരു സമവായ ശ്രമങ്ങൾ നടത്തിയെന്നുള്ള, അല്ലെങ്കിൽ അതൊരു വലിയ ബ്രോഡർ കൺസെൻസസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സമയമെടുക്കൽ മാത്രമാണ്. ഓക്കെ.